ഇന്ന് ആഗോള കത്തോലിക്കാ സഭ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയ തിരുനാൾ ആഘോഷിക്കുകയാണ്. തിരുഹൃദയ തിരുനാളിൻ്റെ പിറ്റേ ദിവസം സഭ സാധാരണമായി വിമല ഹൃദയ തിരുനാളാണ് ആഘോഷിക്കുന്നത്. യേശുവിൻ്റെ ഹൃദയവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഹൃദയം തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? ഇങ്ങനെയൊരു തിരുനാൾ തൊട്ടടുത്ത ദിവസം ആഘോഷിക്കാൻ കാരണമെന്താണ്? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് ഈ തിരുനാളുകളുടെ അർത്ഥത്തിൽ തന്നെയാണ്. കാരണം തിരുഹൃദയ തിരുനാൾ ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്നതാണ്. എന്നാൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാൾ മനുഷ്യൻ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാനാകും എന്ന് തെളിയിക്കുന്ന തിരുനാളാണ്. ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനെ ക്ഷമ കൊണ്ടും സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും സ്നേഹിച്ചപ്പോൾ തിരിച്ച് അതേ എന്ന വാക്കുകൊണ്ട് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാതെ ഈ ഭൂമിയിൽ മനുഷ്യനും ദൈവത്തെ സ്നേഹിക്കാനാകുമെന്ന് പരിശുദ്ധ അമ്മ തെളിയിച്ചു. അതിനിടയിൽ പരിശുദ്ധ അമ്മ കടന്നുപോയ നിരവധിയായ നൊമ്പരങ്ങളുണ്ട്. ആരോടും പറയാത്ത ഹൃദയത്തിൽ സംഗ്രഹിച്ച ഒത്തിരി വേദനകളുണ്ട്. എന്നിട്ടും അവൾക്ക് പരാതിയില്ല, പരിഭവമില്ല. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന പറഞ്ഞ വാക്ക്, അത് കുരിശുമരണത്തോളം കീഴ്വഴങ്ങി എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ തിരുനാൾ നൽകുന്നത്. ദൈവത്തിന് കൊടുത്ത വാക്ക് അത് ജീവിതത്തിൻ്റെ വാക്കാണ്. അതിനിടയിൽ എന്തു തന്നെ പ്രതിബന്ധമുണ്ടായാലും മാറ്റമുണ്ടാകില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു തിരുനാളാണ് വിമല ഹൃദയ തിരുനാൾ. ആ അമ്മയുടെ ഹൃദയം ഇത്രത്തോളം ദൈവത്തെ സ്നേഹിക്കാനാകുമെന്ന് തെളിയിച്ചപ്പോൾ നമ്മളുടെയൊക്കെ ഹൃദയത്തെ കുറച്ചും കൂടി തിരിച്ചറിയാനുള്ളൊരു അവസരം കൂടിയാണ് ഈ തിരുനാൾ. ഇന്നത്തെ സുവിശേഷ ഭാഗം യേശുവിനെ ദേവാലയത്തിൽ 3 ദിവസം നഷ്ടപ്പെട്ടു പോയതിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. കൈവെള്ളയിൽ സൂക്ഷിച്ച മകൻ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നെന്ന് തിരിച്ചറിയുമ്പോൾ ആ അമ്മയും അപ്പനും 3 രാത്രിയും 3 പകലുകളും ജെറുസലേം ദേവാലയത്തിലും പരിസരത്തിലും അലഞ്ഞു നടന്നു. ഈ ധ്യാനം നൽകുന്ന ഒരു വെളിച്ചമുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് പോലും ക്രിസ്തുവിന് നഷ്ടപ്പെട്ടു പോയ 3 രാത്രിയും 3 പകലുകളും ഉണ്ടായിരുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഒരു ക്രിസ്തുവിനെ പരിശുദ്ധ അമ്മയും യൗസേപ്പിതാവും തേടി നടന്നു. അങ്ങനെ നടന്ന് അവസാനം ആ മകനെ കണ്ടുവിട്ടുവോളം അവർ അലഞ്ഞു നടന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ഈ തിരുനാൾ ധ്യാനിക്കേണ്ട ഒരു വിഷയവും ഇത് തന്നെയാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ ദൈവത്തെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. എവിടെയെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ തേടി നടന്ന് കണ്ടെത്തുക എന്നുകൂടി ഒരു ഓർമ്മപ്പെടുത്തലുമുണ്ട്. അങ്ങനെയാണ് ഈ ഭൂമിയിൽ ദൈവത്തെ അതിശയിപ്പിക്കുന്ന ഒരു സ്നേഹം ഉള്ളിൽ സൂക്ഷിക്കാൻ ആവുന്നത്. പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതായിരുന്നു. ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത ക്രിസ്തുവിനെ അവൾ ഹൃദയത്തിൽ സൂക്ഷിച്ചു. അതുകൊണ്ട് തന്നെ പറഞ്ഞ വാക്കിന് മരണത്തോളം വിലയും കൊടുത്തു. നമ്മളും ചിന്തിക്കേണ്ട ഒരു കാര്യം, എവിടെയെങ്കിലുമൊക്കെ വെച്ച് ക്രിസ്തുവിനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ സമൂഹ ജീവിതത്തിലൊക്കെ എവിടേക്കോ കൂടെ ഉണ്ടായിരുന്ന ക്രിസ്തുവിനെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടോ? ഉള്ളിലെ ആത്മീയതയ്ക്ക് കളങ്കം പറ്റിയിട്ടുണ്ടോ? അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്തുവിനെ ഓടി നടന്ന് തിരിച്ച് നഷ്ടപ്പെട്ട ഇടത്തു നിന്ന് കണ്ടെത്തുവാനുള്ള ഒരു ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതേ കണക്ക് നൽകിയ വാക്കിന് മരണത്തോളം വിലയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കണം. പരിശുദ്ധ അമ്മ ഈ ഭൂമിയിൽ മനുഷ്യന് ദൈവത്തെ അതിശയിപ്പിക്കുന്ന ഒരു സ്നേഹം നൽകാനാകുമെന്ന് പഠിപ്പിച്ചപ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത് അത് വാക്കിൻ്റെ ബലത്തിലാണ്. നമ്മളും എവിടേക്കോ ഒരു വാക്ക് നൽകിയിട്ടില്ലേ? എന്നെ കേൾക്കുന്ന ജീവിത പങ്കാളികൾ ചിന്തിക്കണം. നിങ്ങളുടെ കുടുംബജീവിതം ആരംഭിച്ചത് തന്നെ ഒരു വാക്കിൻ്റെ ബലത്തിലാണ്. സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും മരണം വരെ ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്ന വാക്ക്. ആ വാക്ക് എത്രത്തോളം വിശ്വസ്തയോടെ ജീവിക്കാനാകുന്നുണ്ട്? എന്നെ കേൾക്കുന്ന സമർപ്പിതരൊക്കെ ചിന്തിക്കേണ്ടത് നമ്മളൊക്കെ ഒരു അൾത്താരയുടെ മുമ്പിൽ വെച്ച്, ദൈവജനത്തിന് മുമ്പിൽ വെച്ച് നൽകിയ വാക്കിൽ എത്രത്തോളം നമുക്ക് വിശ്വസ്തരായി ജീവിക്കാൻ കഴിയുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ വെച്ച് വീണു പോയെങ്കിൽ സാരമില്ല. പക്ഷേ ഇനിയും നടക്കാൻ ഏറെ ദൂരമുണ്ട് എന്നൊരു തിരിച്ചറിവിൽ ധൈര്യപൂർവ്വം എഴുന്നേറ്റ് നടക്കുവാൻ മനസ്സുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഹൃദയവും പരിശുദ്ധ അമ്മയുടെ ഹൃദയം പോലെ വിമലമായി തീരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അമ്മേ നീ കൂടെയുള്ളപ്പോൾ
വിളിച്ചു